യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യൂദിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം തിരുവചനത്തിലെ ഒരു വാചകം. ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. യൂദിത്ത് ഇസ്രായേൽ മക്കൾക്കെതിരെ നിൽക്കുന്ന ഹോളോഫർണസിനെ വധിച്ചതിന് ശേഷം തിരിച്ചു കൂടാരത്തിലേക്ക് കടന്നു വന്ന് കാവൽക്കാരോട് വിളിച്ചു പറയുന്ന ഒരു വചനഭാഗമാണിത്. ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്? ബൈബിളിൻ്റെ അകത്ത് പലപ്പോഴായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം യൂദിത്ത് തൻ്റെ ശത്രുവിൻ്റെ തല അറുത്ത് കഴിഞ്ഞപ്പോൾ കാവൽക്കാരെ വിളിച്ചു പറഞ്ഞ് ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയം, ദൈവം, നമ്മുടെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, അബ്രാഹത്തിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം നമ്മോട് കൂടെ ഇപ്പോഴുമുണ്ട്. ഈ വിശ്വാസത്തിൽ ഓരോ നിമിഷവും നമുക്ക് ആയിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയാൽ നിങ്ങൾ സമൃദ്ധമായിട്ട് നിറയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.